എൻ്റെ പേര് ഫാദർ സനു ആലിങ്കൽ. ഞാൻ ഗ്വാളിയർ രൂപതയ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട് താമരശ്ശേരിയാണ്. താമരശ്ശേരി രൂപത എൻ്റെ സ്ഥലം ഞാൻ വരുന്നത്. പക്ഷേ ഞാൻ ഗ്വാളിയർ രൂപതയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. കാത്തലിക് ഡയസിസ് ഓഫ് ഗ്വാളിയർ തുടങ്ങിയത് 1999 ഈ ബിഷപ്പാണ് ആദ്യത്തെ ബിഷപ്പ്, ഗ്വാളിയറിലെ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കൈതത്തറ. ആൾ കൊച്ചിക്കാരനാണ്. ഡയസിസ് തുടങ്ങിയത് 1999. അപ്പോൾ ജാൻസി രൂപതയിൽ നിന്ന് ബൈഫർക്കേറ്റ് ചെയ്തിട്ടാണ് ഡയസിസ് ഗ്വാളിയർ ഉണ്ടായത്. ജോസഫ് കൈതത്തറ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന അടുത്ത ബിഷപ്പാണ് മോസ്റ്റ് റെവറൻഡ് തോമസ് ചെന്നാട്ട്. ഈ ബിഷപ്പ് 1 വർഷം കഴിഞ്ഞപ്പോൾ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് വന്ന ബിഷപ്പാണ് ബിഷപ്പ് ജോസഫ് തൈക്കാട്ടിൽ. ഈ ബിഷപ്പ് തൃശ്ശൂരുകാരനാണ്. ഏനമാവ് രൂപതക്കാരനാണ്. ആളാണ് ഇപ്പോഴത്തെ ബിഷപ്പ്. ഇതാണ് ഞങ്ങളുടെ ബിഷപ്പ് ഹൗസ്. പിന്നെ മധ്യപ്രദേശിൽ 6 ജില്ലയിലായിട്ടാണ് രൂപത വ്യാപിച്ചു കിടക്കുന്നത്. ടോട്ടൽ കാത്തലിക്സിൻ്റെ എണ്ണം 3000, ലെസ് ദാൻ 3000. അതായത് നമ്മുടെ കേരളത്തിലെ ഒരു പാരീഷിനേക്കാളും കുറവാണ് ഈ ഒരു നമ്പർ. പിന്നെ ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. യൂത്ത് മിനിസ്ട്രി, മീഡിയ. മെയിനായിട്ടും ഞങ്ങളുടെ മിനിസ്ട്രി എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. കുറച്ച് സ്കൂളുകളുണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട്. അതാണ് മെയിൻ മിനിസ്ട്രീസ്. ഇത് കാർലോ അക്യൂറ്റിസ്, നോർത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാർലോ അക്യൂറ്റിസിൻ്റെ റെലിക്ക് വന്നത് ഞങ്ങളുടെ രൂപതയിലാണ്, ഡയസിസ് ഓഫ് ഗ്വാളിയറിലാണ് റെലിക്ക്. അപ്പം ഡബ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു ഷ്രൈനുണ്ട്, സെയിൻറ്റ് കാർലോ അക്യൂറ്റിസിൻ്റെ ഷ്രൈന്. അതുപോലെ തന്നെ ആളുടെ റെലിക്കും വെച്ചിട്ടുണ്ട്. എല്ലാ മാസവും എല്ലാ ശനിയാഴ്ച യൂത്ത് വന്ന് അവിടെ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം സെയിൻറ്റ് കാർലോ ആണ് മീഡിയ ആൻഡ് യൂട്യൂബ് മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ പേട്രൺ. ഇത് രൂപതയിലുള്ള ഒരു ഷ്രൈനാണ്, ഇൻഫന്റ് ജീസസ് ഷ്രൈൻ ഡബ്ര, ഗ്വാളിയർ ഡയസിസ്. ഈ ഷ്രൈൻ്റെ പ്രത്യേകത, ഇൻഫന്റ് ജീസസ് നമ്മുടെ ഉണ്ണീശോ തീർത്ഥാടന കേന്ദ്രമാണ്. മക്കളില്ലാത്ത ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി അത്ഭുതം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അവിടെ ഈ ദമ്പതികൾക്ക് 6 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അപ്പോൾ അവർ പ്രാർത്ഥിച്ച് അവർക്ക് കൊച്ചിനെ കിട്ടി. അപ്പോൾ ബിഷപ്പാണ് അവർക്ക് മാമോദീസ കൊടുത്തത്. ആ ഷ്രൈൻ്റെ ഫോട്ടോസാണ് ഇതൊക്കെ. പിന്നെ ഗ്വാളിയർ എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ സിറ്റിയാണ്, ട്രഡീഷണൽ സിറ്റിയാണ്. ഗ്വാളിയർ ഫോർട്ട് ഭയങ്കര ഫേമസ് ആണ്, ഗ്വാളിയർ ഫോർട്ട്. അതുപോലെ തന്നെ ഗ്വാളിയർ പാലസ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മീഡിയ മിനിസ്ട്രി, യങ്സ്റ്റേഴ്സിൻ്റെ മീഡിയ പ്രൊഡക്ഷൻ, കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ക്യാമറ, അതുപോലെ തന്നെ ലൈവ് ടെലികാസ്റ്റിംഗ്, ടോക്ക്, അങ്ങനെയൊക്കെ സംവിധാനമുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രിയാണ്. അപ്പനാഘർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടില്ലാത്ത ആൾക്കാർക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ബിഷപ്പ് രൂപത വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ബിഷപ്പാണ് പണിത വീടൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഫോട്ടോസാണ്. പിന്നെ സമ്മർ സമാരിറ്റൻ. ഈ ഗ്വാളിയർ മധ്യപ്രദേശ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറൊക്കെ ഭയങ്കര എക്സ്ട്രീം ഹീറ്റാണ്. 48-50 ഡിഗ്രി വരെ ചൂട് വരുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ അവർക്ക് കൂളർ മേടിച്ചു കൊടുക്കും വളരെ കുറഞ്ഞ ചിലവിൽ ആൾക്കാർക്ക്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്. പിന്നെ എല്ലാ വർഷവും മധ്യപ്രദേശിൽ നിന്ന് കേരളം കാണിക്കാനായിട്ട് ആൾക്കാരെ കൊണ്ടുവരാറുണ്ട്. പിൽഗ്രിമേജ് ആൻഡ് ടൂറിസം, കേരൾ തീർത്ഥയാത്ര. കേരളത്തിലോട്ട് മാത്രമല്ല, നമ്മൾ വേളാങ്കണ്ണി, ചെന്നൈ, ഗോവ, അങ്ങനെ പല സ്ഥലങ്ങളിലോട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ കാണിക്കാൻ കൊണ്ടുവരാറുണ്ട് കേരളം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്യുന്ന പരിപാടികൾ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.